മൺസൂൺ പെയ്ത്തിൽ പത്തനംതിട്ട ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. 197 വീടുകൾ ഭാഗികമായി തകർന്നു. തിരുവല്ലയിൽ മണിമലയാർ കരകവിഞ്ഞൊഴുകി. നിരവധി വീടുകളിൽ വെള്ളം കയറി. പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ രാവിലെയൊക്കെ അവിടെ ഈ മണിമലയാർ കരകവിഞ്ഞതോടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന നില, ചിലരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഒക്കെ രാവിലെ കണ്ടിരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? പൊതുവായി ജില്ലയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ജയശങ്കർ? റീജിത്ത്, ജില്ലയിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മഴ ചെറിയൊരു അളവിൽ കുറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട നഗരത്തിൽ ഉൾപ്പെടെ മഴ ചെറിയ തോതിൽ കുറഞ്ഞു. മലയോര മേഖലകളിലും സമാനമായ രീതിയിൽ കാറ്റും മഴയും കുറഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നാളെ മഞ്ഞ മഴ മുന്നറിയിപ്പാണ് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മഴ ഉണ്ടാകില്ല എന്നാണ് ജില്ലാ ഭരണകൂടവും മറ്റും പറയുന്നത്. ഇതുവരെ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് പെയ്ത മഴയുടെ അളവും ഒപ്പം തന്നെ ഇവരെല്ലാം തന്നെ അവലോകനം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ നാളെ ഒരു അവധി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത്. എന്തായാലും ഇന്ന് രാത്രിയോടെ തന്നെ ജില്ലയിലെ മഴയുടെ അളവ് വലിയ തോതിൽ കുറയുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കൂട്ടൽ. അതിനനുസരിച്ചാണ് പുതിയ നിർദ്ദേശങ്ങളൊന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ശക്തമായ മഴയിൽ 197 വീടുകൾ ഭാഗികമായി തകർന്നു. 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. എന്തായാലും 8ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ വിവിധ താലൂക്കുകളിലായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 140ഓളം പേരെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് 140ഓളം കുടുംബങ്ങളെ മാറ്റി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ നദികളിലൊക്കെ മണിമലയാറിലും അച്ചൻകോവിലാറിലും പമ്പ നദിയിലുമൊക്കെ ജലനിരപ്പ് രാവിലെ മുതൽ വലിയ ഉയർന്ന തോതിലായിരുന്നു. ഏറെക്കുറെ ചെറിയ തോതിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ മണിമലയാർ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ ഒഴുകി വരുന്ന നദിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു മഴയും ഈ നദിയുടെ ജലനിരപ്പിനെ ബാധിക്കും. എന്തായാലും മണിമലയാർ കവിഞ്ഞൊഴുകിക്കൊണ്ട് നിരവധി വീടുകളിലേക്ക്, തിരുവല്ല ഭാഗത്ത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. മേഖലയിൽ പല ആളുകളും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുകയുണ്ട്. എന്തായാലും മണിമലയാർ കരകവിഞ്ഞൊഴുകിയതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോഴും ഇടവിട്ട് അതിശക്തമായ മഴ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട്. എ വി ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.